ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു 10 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന ദിവസമായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് 10 ദിവസം ഒരു കണ്ണടച്ച് തുറക്കുന്ന പോലെ ആയിപ്പോയി കേട്ടോ. വന്നു ദേ പോയി, ആ ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. ശരിക്കും തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്തുനിന്ന് കണ്ണൂർ പോവാന്ന് ആലോചിക്കുമ്പോഴേ ഇനി അടുത്ത് എപ്പോഴാ തിരിച്ചു വരുന്നത് എന്നുള്ളൊരു മൈൻഡാണ് വരുന്നത്. തിരിച്ചു വരുന്ന ദിവസം നമ്മൾ തലേ ദിവസം ഒന്നും അങ്ങനെ പാക്കിംഗ് ഒന്നും ചെയ്യില്ല കേട്ടോ. പിറ്റേന്ന് വരുന്ന ദിവസം ഒരു ഉച്ചയാകുമ്പോൾ പാക്കിംഗ് എല്ലാം തുടങ്ങി പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെയും ഓരോരോ ഐറ്റംസ് എല്ലാം പാക്കിങ് തന്നെയാണ് പരിപാടി. ട്രിവാൻഡ്രത്തോട്ട് വരുമ്പോൾ ശരിക്കും ഒരു 2 ബാഗൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, ലഗേജ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ അതിന്റെ ഇരട്ടിയായിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ വൈകുന്നേരം വീട്ടിൽ പ്രയറൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചുവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് റിക്ഷയിലാണ് വന്നത് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ വരെ. പിന്നെ നമുക്ക് സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തിരിച്ചു പോയി. ആ സമയം കുറച്ച് സാഡായി കേട്ടോ. പിന്നെ രാത്രി 8:50 ട്രെയിൻ ആയിരുന്നു. അത് രാത്രി കുഴപ്പമില്ല, കുറച്ച് ഉറങ്ങാനൊക്കെ പറ്റി. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് കുറേ സമയം, ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങി നമ്മൾ ഇരുന്ന് ഒരു 8:30 ആകുമ്പോൾ കണ്ണൂരെത്തും. നമ്മൾ കറക്റ്റ് കണ്ണൂരൊക്കെ എത്താനാവുന്ന ആ ഒരു ടൈം നമ്മളിങ്ങനെ ബർത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്ന സമയമാകുമ്പോൾ കറക്റ്റ് എഴുന്നേക്കും കേട്ടോ. ഇപ്രാവശ്യം രാത്രി ഉറങ്ങാൻ അവള് കുറച്ച് പണിയായിരുന്നു. ഒരു 11 മണിയൊക്കെ ആയി. അത്രയും സമയം ഇങ്ങനെ കളിച്ചും അങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ അങ്ങ് ആൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ശല്യമൊന്നുമില്ല. നമ്മൾ കണ്ണൂരെത്തി. അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. രാവിലെ ഇനി വന്നപാട് കുക്കിംഗ് ഒന്നും നടക്കൂല, ഭയങ്കര ക്ഷീണമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഇപ്രാവശ്യം പോയപ്പോൾ അങ്ങനെ 2 വീലർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് അവിടെ നിന്ന് വന്നതും റിക്ഷ പിടിച്ചിട്ടാണ് കേട്ടോ. നിങ്ങളുടെ ട്രെയിൻ യാത്രയുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് പോയതുപോലെ അല്ല കേട്ടോ. എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എത്ര വൃത്തിയാക്കി വെച്ചിട്ട് പോയ വീടാന്നറിയോ. ഒരു മാക്സിമം ഒരു 1 വീക്കൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇപ്പൊ ഏകദേശം ഒരു 10 ഡേയ്സിന് മേലെയായി നമ്മൾ പോയിട്ട്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്തിന് ഫുള്ള് മോശമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഫുള്ള് വലയും കിച്ചൺ സ്ലാബൊക്കെ ആണെങ്കിൽ പൂപ്പലായിട്ട്, കറുത്ത പൂപ്പലായിട്ട്. അങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വന്നിട്ട് റെസ്റ്റ് എടുക്കണം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് പോലെ റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ടായില്ലേ. നേരെ വന്ന് ആദ്യം തന്നെ നമ്മളെല്ലാവരും ഫ്രഷായി അയറെ ഒന്ന് കുളിപ്പിച്ച് ഓക്കെ ആക്കിയിട്ട് അവൾക്കൊരു പായൊക്കെ ഇട്ട് അവളെ കുറച്ച് ടോയ്സ് ഒക്കെ വെച്ച് അവൾക്ക് കഴിക്കാൻ ബിസ്ക്കറ്റൊക്കെ കൈ കൊടുത്ത് അങ്ങനെ ഒരു സൈഡ് ആക്കി കേട്ടോ. എന്നാലേ നമുക്ക് നമ്മുടെ ക്ലീനിങ്ങിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ശരിക്കും നമ്മളിങ്ങനെ ഒരു 10 ഡേയ്സിന് മേലെ ഉള്ളത് കൊണ്ട് തന്നെ ഫ്രിഡ്ജൊക്കെ ഓഫാക്കി ഇട്ടിട്ടാണ് കേട്ടോ പോയത്. സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ ഫുള്ള് ഫ്രിഡ്ജ് മോശമായിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഫ്രിഡ്ജൊക്കെ ഷെറിച്ചൻ എല്ലാം ഓക്കെ ആക്കി കഴുകി തന്നു കേട്ടോ. അതിന്റെ ഓരോരോ ഗ്ലാസ് ഐറ്റംസ് എല്ലാം റാക്കുകളൊക്കെ ഷെറിച്ച് തന്നെ കഴുകി എല്ലാം വൃത്തിയാക്കി. പിന്നെ അതൊക്കെ വെയിലത്ത് വെച്ച് കേട്ടോ, ശരിക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അകത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ ഞാൻ ചെയ്തു. പിന്നെ പുറമേയുള്ള ക്ലീനിങ് ഒക്കെ ഷെറിച്ചനാണ് കേട്ടോ ചെയ്തത്. അവിടെ ആണെങ്കിൽ നമ്മളിങ്ങനെ ചാക്കിലൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വിറകും തൊണ്ട് അങ്ങനത്തെതെല്ലാം പിന്നെ പ്ലാസ്റ്റിക് എല്ലാം ഒരു ചാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് നായി വന്നിട്ട് മുഴുവൻ കടിച്ചെല്ലാം ഇട്ടിട്ട് ഫുള്ള് വൃത്തികേടാക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഏകദേശം ഒരു 2 മണിവരെയൊക്കെ ഫുള്ള് ക്ലീനിങ് തന്നെ ആയിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ തിരിച്ചു വരുമ്പോൾ അവസ്ഥ ശരിക്കും ഇതാണ് കേട്ടോ. അന്നത്തെ ദിവസം ഒട്ടും റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ടാവത്തേ ഇല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും പിറ്റേന്ന് കഴിക്കാനായിട്ടുള്ള കുറച്ച് ഫിഷ് ഫ്രൈയും പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അമ്മ കറിയൊക്കെ വെച്ച് ഇങ്ങനെ തന്നുവിടും കേട്ടോ. വന്നിട്ട് ഇങ്ങനെ ഞാൻ ചോറ് മാത്രമേ വെക്കത്തുള്ളൂ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ബീച്ചിലോട്ട് വന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെ പപ്പയും അമ്മയും എല്ലാവരും അടുത്തുനിന്ന് ഫ്രണ്ട്സും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അയറയ്ക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ് അവിടെ നിൽക്കുമ്പോൾ. നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് മാറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആള് ഭയങ്കര ഡിപ്രസ്ഡ് ആവും. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു മൂഡിൽ നിന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന ദിവസം വൈകുന്നേരം ഇങ്ങനെ അടുത്ത് ബീച്ചുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവിടെ വന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നു.
അവളുമായിട്ട് ഇങ്ങനെ കുറച്ചു നേരം കളിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര മൂഡ് ഔട്ടൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ലേ. അവിടെ വീട്ടിൽ വെച്ച് ആള് ഭയങ്കര ഹാപ്പി മൂഡാണ് കേട്ടോ. പക്ഷെ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്കാവുമ്പോഴത്തേക്കും കുറച്ച് ഭയങ്കര ദേഷ്യവും വാശിയും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അവിടെ നിന്ന് ചേഞ്ച് ആയി ഒരു 2-3 ദിവസത്തെ അവരുടെ സ്വഭാവം ശരിക്കും അങ്ങനെ ആയിരിക്കേ. അങ്ങനെ ബീച്ചിൽ നമ്മളൊരു 6:30-7 മണി ടൈം വരെയൊക്കെ ഇരുന്ന് കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതാ ഉച്ചയ്ക്ക് നായ്ക്കുട്ടിയായിരുന്നേ ഉണ്ടായിരുന്നത്. വൈകുന്നേരം ആയപ്പോ ഇതാ പുതിയ ആളെത്തിയിട്ടുണ്ടേ. കുറച്ചിങ്ങനെ ഇങ്ങനെ ചാടി പോകുന്നൊക്കെ വിചാരിച്ചു കേട്ടോ മതിൽ വഴി. ശരിക്കും അങ്ങനെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് സമയം അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ആളിതാ വീണ്ടും തിരിച്ചു വരുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ വീഡിയോയിലൊക്കെ കിട്ടിയിട്ടുണ്ട് ആളെ. വേറെ ഏതോ വീട്ടിലുള്ളതാണ് കേട്ടോ. വന്നിങ്ങനെ കുറച്ച് സമയം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചാടി ഓടിയൊക്കെ നിന്നിട്ട് മതിൽ വഴി തന്നെ തിരിച്ചു കയറിപ്പോയി കേട്ടോ. അങ്ങനെ പൂച്ചയെ കണ്ടപ്പോൾ ഐറയ്ക്കും നല്ല ഹാപ്പി ആയി കേട്ടോ. അപ്പൊ നമ്മുടെ തിരിച്ച് കണ്ണൂരിലോട്ട് വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ്, ട്രെയിൻ യാത്ര, തിരിച്ചു വന്നിട്ടുള്ള ക്ലീനിങ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.